കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു. പടപ്പക്കരയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയെന്നത്. ഇപ്പോൾ ആ കേസിലെ പ്രതി അഖിലിനെ കൊല നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, ഇപ്പോൾ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് കൊലപാതക കാരണമെന്നാണ് ഇയാൾ പറയുന്നത്? വിനീത, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതിയായിരുന്നു സ്വന്തം അമ്മയെയും മുത്തശ്ശനെയും പ്രതിയായ അഖിൽ, അതായത് മരണപ്പെട്ട പുഷ്പവല്ലിയുടെ മകനാണ് ഈ പ്രതിയായ അഖിൽ ലഹരി വാങ്ങുന്നതിന് വേണ്ടി സ്വന്തം അമ്മയെയും ഒപ്പം മുത്തശ്ശനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇദ്ദേഹം ഒളിവിൽ പോയിരുന്നു. പ്രതിയായ അഖിൽ ഒളിവിൽ പോയിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീനഗറിൽ വെച്ച് പ്രതിയെ പിടികൂടുകയും ചെയ്തത്. ഇതിൽ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുണ്ടറ പോലീസ് അഖിലിനെ പിടികൂടുകയും ചെയ്യുന്നത്. ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കൊണ്ട് അമ്മ പുഷ്പവല്ലിയെ അടിച്ച് കൊലപ്പെടുത്തുകയുമാണ്, തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് കയ്യിൽ കരുതിയ ഉളി ഉപയോഗിച്ച് പുഷ്പവല്ലിയുടെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. പിന്നീടാണ് മുത്തശ്ശൻ ആൻ്റണിയെ ചുറ്റികൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ആൻ്റണി മരണത്തിന് കീഴടങ്ങുന്നത്. അങ്ങനെ 2 പേരെ കൊലപ്പെടുത്തിയ പ്രതിയാണ് ഈ 24-കാരനായ അഖിൽ. ലഹരിക്ക് മുൻപും ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തി ബഹളം വെക്കുന്നത് സ്ഥിരമായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിലെത്തിയപ്പോൾ തെളിവെടുപ്പിനിടെ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് 2 സിം കാർഡാണ്. അതായത് പുഷ്പവല്ലിയുടെയും അഖിലിൻ്റെയും സിം കാർഡാണ് ഇപ്പോൾ പോലീസിന് അഖിൽ എടുത്ത് നൽകിയിരിക്കുന്നത്. കാരണം ഈ സിം കാർഡ് വെച്ചതിന് ശേഷമാണ് അഖിൽ സ്വന്തം അമ്മയുടെ ഫോൺ കൊട്ടിയത്ത് ഒരു കടയിൽ വിൽക്കുകയും പിന്നീട് ഡൽഹിക്ക് ിലേക്ക് പോകുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ശ്രീനഗറിൽ എത്തിയ ശേഷമാണ് അഖിലിനെ പോലീസ് ശ്രീനഗറിൽ വെച്ച് പിടികൂടുന്നത്. നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ശ്രീനഗറിൽ ഒരു വീട്ടിൽ ഇവർ വീട്ടുജോലി ചെയ്യുകയായിരുന്നു. കുണ്ടറ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പോലീസിനെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിൽ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയും ചെയ്യുകയായിരുന്നു. കൂട്ടുകാരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ പറയുന്ന അഖിൽ പുലർത്തിയിരുന്നില്ല. അഖിൽ ബന്ധങ്ങളൊന്നും പുലർത്തുകയൊന്നും ചെയ്തിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ലഹരി വാങ്ങുക, ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അഖിൽ ചെയ്യുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് ഈ വീട്ടിൽ നിരന്തരം ബഹളം വെക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ വീട് അനാഥമാണ്. വീട്ടിലുണ്ടായിരുന്ന ഏക സഹോദരി പൂനെയിൽ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 16-ാം തീയതി അമ്മയെ വിളിച്ചിട്ട് കിട്ടാതായതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ഒരു ബന്ധുവിനെ വിളിച്ചു നോക്കിയപ്പോഴാണ്, ബന്ധുക്കൾ എത്തി നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആൻ്റണിയെയും അകത്ത് മരിച്ചു കിടക്കുന്ന പുഷ്പലതയെയും പോലീസ് ബന്ധുക്കൾ കണ്ടെത്തുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു ചെയ്തത്. ഒട്ടും കൂസലില്ലാതെയാണ് വിനീത ഈ പ്രതി ഈ വീട്ടിലെത്തുകയും, അതായത് പിടികൂടുന്ന സമയത്തടക്കം നിൽക്കുക അതിക്രൂരമായി കൊലപ്പെടുത്തിയ 2 ഇരട്ട കൊലപാതകം നടത്തിയ ഒരു 26-കാരനാണ് ഈ അഖിൽ എന്ന് പറയുന്ന യുവാവ്. ലഹരിക്ക് പണം നൽകാത്തതിന്, ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണം നൽകാത്തതിനാണ് ഈ കൊലപാതകം എന്നതുകൂടിയാണ് നമ്മെ ഏറെ ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പ്രതി എത്തിച്ച് തെളിവെടുക്കുകയാണ്. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.